മാലദ്വീപിൻ്റെ മൊയ്സു ഇന്ത്യ സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ വീണ്ടും കാണണമെന്ന ആഗ്രഹം. ഇന്ത്യ സന്ദർശിക്കണം എന്ന് അദ്ദേഹം താല്പര്യപ്പെടുന്നു. അദ്ദേഹം ഇവിടെ വരുന്നുണ്ട്. ആ ഇന്ത്യയുമായിട്ടുണ്ടായ ഒരു അകൽച്ച നികത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കണം താല്പര്യപ്പെടുന്നു. അതിന് മുന്നോടിയായിട്ടൊരു മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത്, ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചുകൊണ്ട് അവിടുത്തെ സഹമന്ത്രിമാർ നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ മൂന്ന് മന്ത്രിമാരിൽ 2 സഹമന്ത്രിമാർ, അതായത് മൽഷ ഷരീഫ്, മറിയം ഷിയൂന, ഈ 2 പേരും രാജിവെച്ചിരിക്കുകയാണ്. അവരെ പുറത്താക്കി എന്ന് നമുക്ക് പറയാം. സസ്പെൻഷനിലായിരുന്നു, അവർ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ അതും ഇദ്ദേഹം കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. അതാണ്ട് ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിരിക്കുകയാണ്, ഇനി അങ്ങോട്ട് വരാൻ പോവുകയാണ്, അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ തൃപ്തികരമായ ഒരു അന്തരീക്ഷം ഒരുക്കി ഞാൻ ഇങ്ങോട്ട് വരികയാണ്. മോയ്സിന്റെ പ്രശ്നം കേരളത്തിലെ ചില മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്. ലോകത്താപ്പാട് മുസ്ലിംസ് സമാധാനത്തോടു കൂടി ഒന്നാം തരം പൗരന്മാരായി, ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടൊപ്പം ഒന്നാം തരം പൗരന്മാരെന്നുള്ള ഫീൽ ജീവിക്കുന്ന ഒരേ സ്ഥലം പക്ഷേ കേരളമായിരിക്കും. കൃത്യമായി ഞാൻ മലബാറാണ്. നമ്മൾ ജീവിച്ചാൽ നമുക്കറിയാം, നമുക്ക് ഒരിക്കലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ നമ്മൾ വേറെ ഏതെങ്കിലും പ്രദേശത്തുള്ള അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ള ആളുകളാണെന്നുള്ള ഫീല് നമുക്കുണ്ടായിട്ടില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഒന്നും നിങ്ങളത് കാണിയില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കൊല്ലത്തെ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ സൗത്തിലോട്ട്. പക്ഷേ മലബാറിൽ പ്രശ്നമില്ലല്ലോ, ജീവിക്കുന്നത് നിങ്ങളുടെ സ്ഥലമാണ്, അതാണ് കൊല്ലം പറഞ്ഞത്. ഇപ്പോൾ മലബാറിലും അങ്ങനെ തന്നെ. അപ്പം ഇവിടെ ഉള്ള ചിലവന്മാർക്ക് ഈ ഗൾഫ് കുറച്ച് വാപ്പയമ്മയൊക്കെ ഗൾഫിൽ പോയി ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം നമ്മളെ മുസ്ലിംസിൻ്റെ സ്കൂളൊക്കെ വിട്ട് പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇവൻ ആ സ്കൂളിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ പഠിക്കും. ഈ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗസയിലെ മുസ്ലിംസിൻ്റെ അവസ്ഥ, സിറിയയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇങ്ങനെ പല സാധനങ്ങൾ പഠിക്കും. ഗസയിലെയും സിറിയയിലെയും മുസ്ലിങ്ങളൊക്കെ എങ്ങനെ ആക്കുന്നതിന് വലിയ പങ്ക് മുസ്ലിങ്ങൾക്ക് ആണെന്ന് പോലും അറിയില്ല. പിന്നെ മുസ്ലിംസ് പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ അവസ്ഥ, മുസ്ലിംസ് പീഡിപ്പിച്ചാൽ പറ്റുമ്പോൾ പഠിക്കില്ല. ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ഉപദ്രവിച്ച ചരിത്രം, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ അങ്ങോട്ട് കയറി ഉപദ്രവിച്ചതില്ല. കാലാകാലം ഇങ്ങോട്ട് കയറി അവിടുന്ന് വന്ന്, കേരളത്തിലെ മുസ്ലിംസ് അങ്ങനെ അല്ലല്ലോ, കച്ചവടക്കാരായി വന്നത്. നമ്മൾ ഉത്തരേന്ത്യയിലെ പറയുന്നത്. എന്നിട്ട് ടിപ്പു സുൽത്താനെ പോലുള്ള ചില ആളുകൾ ഇങ്ങോട്ട് കയറി വന്ന് ഉപദ്രവിച്ചുകൊണ്ട് ഒരു ഗത്യന്തരല്ല അവസാനം RSS ഉണ്ടാക്കി തിരിച്ചടിച്ചാണ് ഹിന്ദുക്കൾ. ഇതാണ് സത്യം. ഇതറിയില്ല. ഇതൊക്കെ പഠിച്ചിട്ട് ഈ ലോകം മൊത്തം നമ്മൾ മുസ്ലിങ്ങളെ ശത്രുക്കളാണ്, നമ്മളെന്തുകൊണ്ടും തികഞ്ഞ നല്ല മനുഷ്യന്മാരാണ്, നമ്മളെ വെറുതെ മേക്കിട്ട് കയറുന്നത്. ഈ പയ്യന്മാർ ഇങ്ങനെയാണ് ഇവന്മാരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവന്മാരാണ് ഇവിടെ ഇടയ്ക്ക് സിറിയയിലൊക്കെ ആട് മേയ്ക്കാൻ പോകുന്നത്, കാണ്ടഹാറിലെ ആട് മേയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഫേസ്ബുക്കിലൊക്കെ നിന്നുകൊണ്ട് ഭയങ്കര RSS എന്ന് കേൾക്കുമ്പോൾ ചാണക മറ്റെന്ന് പറയും. ചാണകം നമ്മൾ വീട് ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. വേറെ ചില സാധനങ്ങൾ നമ്മൾ വീട് ശുദ്ധീകരിക്കാൻ ഏരത്തേക്ക് നമ്മൾ പോവില്ല. അപ്പോൾ RSS ചാണകമാണെങ്കിൽ ഇവൻ വേറെ മറ്റേ സാധനം ആയിരിക്കില്ല. ഞാനീ പറഞ്ഞേ, എൻ്റെ പേര് ഞാൻ പറയണ്ടല്ലോ, ഓണക്കല്ലേ, അതായിരിക്കുമല്ലോ. പശുവിൻ്റെ ചാണകം വീട് ശുദ്ധീകരിക്കാനും ഔഷധക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പഞ്ചഗവ്യത്തിലൊക്കെ ഉപയോഗിക്കും. ഹിന്ദുക്കളോട് ചോദിച്ചത് അവർ പറഞ്ഞത്. പക്ഷെ വേറെ ചില ജീവികളുടെ അങ്ങനെ അല്ലല്ലോ. ആ ഏരിയയിലേക്ക് ആരെയും പോകുമോ? RSS ചാണക സംഖ്യ ആണെങ്കിൽ ഇവൻ വേറെ എന്ത് സംഖ്യ ആയിരിക്കും? എന്താ ഇപ്പൊ പേര് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് മൊയ്സുവിൻ്റെ സ്ഥിതി. നമുക്ക് ആ രാജ്യം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റാണ് ഇന്ത്യൻ ഓഷനിൽ. പക്ഷേ ഡിയാഗോ ഗാർഷിയൊക്കെ നമുക്കെതിരെ എങ്ങനെ ഇന്ത്യൻ ഓഷനിൽ മഡഗാസ്കറിൻ്റെ ശ്രീലങ്കൻ്റെ ഇടയ്ക്ക് നമ്മളെ ലക്ഷ്യം വെച്ച് അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭാവിയിൽ ലക്ഷ്യം വെച്ചിട്ട്. അപ്പോൾ ഈ ചൈനേൻ്റെ കളി ഇന്ത്യൻ ഓഷനിൽ ഇപ്പം വളരെ കൂടുതലാണ്. അവർ ചൈന ഉൾക്കടലിൽ കളിച്ചിരുന്ന കളി ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഏഷ്യൻ പ്രദേശത്ത് അല്ലെ ഏഷ്യൻ കടലുകളിലെ മേധാവിത്വം, ഏഷ്യൻ കടലുകളിലെ ഒരേ ഒരു രാജാവാകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നാ ഒരു പ്രശ്നമുണ്ട്. അത് ആദ്യം അറിയുന്നത് കൊണ്ടും പിന്നെ നമുക്ക് ഈ മാലദ്വീപിന് ഹിസ്റ്റോറിക്കലി ഒരു ബന്ധം നമ്മളുമായിട്ടാണ്. പണ്ടേ നമ്മൾ കോഴിക്കോട് സാമൂതിരിയുടെ കാലഘട്ടത്തിൽ നമ്മൾ അവരുമായിട്ട് ബന്ധമുണ്ട്. പല സീ റൂട്ടുകളുടെ ഇടത്താവളമായിരുന്നു അവർ. നമ്മളെ മിനിക്കോയ് ദ്വീപിൻ്റെ അപ്പുറത്ത്, മിനിക്കോയ് ദ്വീപിൽ ശരിക്കും മാലദ്വീപിൻ്റെ കൾച്ചറാണ്. ലക്ഷദ്വീപിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ദ്വീപ് സമൂഹം നിലയിലുള്ളത്. അവരെ എല്ലാ കാര്യവും സൈനികമായിട്ടും എല്ലാം സഹായിക്കുന്ന നമ്മളാണ്. നമ്മളെ മറ്റു രാജ്യത്ത് നിന്ന് കടം മേടിച്ചിട്ട് നമ്മളെ കാര്യം നോക്കുന്നിടയ്ക്ക് ഇവരെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ കയ്യിൽ പിന്നെ കാശുണ്ടായിട്ട് നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കുന്ന ദാനം നല്ല ദാനം, ദാനമാണ്, നല്ല കാര്യമൊക്കെ തന്നെ. നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി വിശക്കുന്ന മറ്റൊരുവന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകും. അതാണ് മഹത്തായ ദാനം. ഇനിയിപ്പോൾ ഇതിപ്പം ഖുർആൻ തന്നതല്ലേ, ഖുർആനാണോ ഇപ്പം പെട്ടെന്ന് പറഞ്ഞാൽ ഇനി ഖുർആനാണോ ഹദീസിലാണോ എന്നൊരു
കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും ഇതിൽ രണ്ടിലേതോ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പം അത് ഇന്ത്യ ചെയ്തത് ഇവന്മാരോട് ചെയ്തത് അതാണ്. നമ്മൾ നേപ്പാളോട് ചെയ്തത്, നമ്മൾ ബംഗ്ലാദേശിനോട് ചെയ്തത്, നമ്മൾ IMF കടമെടുത്ത് നമ്മളെ കാര്യം തീർക്കുമ്പോഴാണ് നമ്മൾ ഇവർക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നത്. അത് പലപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ടൊരു മിലിറ്ററി ഉദ്ദേശത്തോടു കൂടിയല്ല, അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഭാഗമെന്നുള്ള ഫീലാണ് നമുക്ക്. അത് ഗെയ്യും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് അനുകൂലമായിട്ട് നമുക്ക് അനുകൂലമായ നിലപാട് എടുത്തുള്ള ആളുകൾ. അതിൻ്റെ ഇടയ്ക്കാണ് നസീദ് നമുക്ക് അനുകൂലമായത്. ഇവർ ചികിത്സയ്ക്കൊക്കെ വരുന്നത് തിരുവനന്തപുരത്ത്, അറിയാലോ, ഒരുപാട് ഫ്ലാറ്റുകൾ അവർ മേടിക്കുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലുകൾ പലതും അവരെയാണ് പ്രധാനമായും ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് ആകെപ്പാടെ ദുരന്തമാണെന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, അതും കേരളത്തിലെ, ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരാണ് രക്ഷപ്പെടുത്തി. കേരളത്തിലെ രാഷ്ട്രീയക്കാർ അവരുടെ പോലീസ് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയെയും പിന്നെ അവരുടെ ഒരു സുഹൃത്തിനെയും കൂടി ഇവിടെ ഒരു മുഖ്യമന്ത്രിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി അവരെ ഹരാസ് ചെയ്തു. ചലകുത്തി കേസ്. അത് മാത്രമാണ് അവർ കൂടെ ദുരനുഭവം ഉണ്ടായത്. അത് നമ്മുടെ അത് കേരള ഗവൺമെന്റ് കേരളത്തിലാണ്, ഇന്ത്യയിലല്ല. ഇന്ത്യ അപ്പൊ കേരളം ഇന്ത്യയിലല്ലേ നോക്കും. ഈ വിഷയത്തിലൊക്കെ ഇന്ത്യയിലാണോ കേരളം നമുക്ക് സംശയമാണ്. കാരണം വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ നമ്മളെ എയറോസ്പേസ് ഇൻഡസ്ട്രിയെ എത്ര വർഷം, 4-5 വർഷം പിന്നോട്ട് വലിച്ച കേസാണ് ആ കേസ്. അത് ആന്റി നാഷണൽ ആക്ടിവിറ്റി തന്നെയാണ് സത്യത്തിൽ. അന്ന് നരസിംഹറാവുവും അതുപോലെ ദേശീയ മീഡിയ അതായത് നമ്മുടെ ഇയാൾ ശേഖർ ഗുപ്തയൊക്കെ ഇടപെട്ടോട് കൂടിയിട്ടാണ് അത് മാറുന്നത്. ഇനി ഏഷ്യാനെറ്റ് കൂടെ, ഏഷ്യാനെറ്റ് അന്ന് എമേർജ് ചെയ്ത് വരുന്നത്, ഏഷ്യാനെറ്റ് കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ആ സ്റ്റാൻഡ് വിൻഡിക്കേറ്റ് ചെയ്യപ്പെട്ടു, അതാണ് ശരിയെന്ന് തെളിയിക്കപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള 10 മുത്തശ്ശിമാരൊക്കെ എന്തായിരുന്നു എഴുതിയത്? ഈ കഥകള് എരിവും പുളിവും ചേർത്ത്. അതെ. പിന്നെ ചോറ്റുപാത്രത്തിനുള്ളിലാക്കി മിസൈൽ ടെക്നോളജി നിങ്ങൾ പേപ്പറിൽ എഴുതാണ് കണ്ടല്ലോ. 4 ട്രക്ക് ഉണ്ട്. പിന്നെ അത് ഈസിലി അവൈലബിൾ ആണ്, ഓപ്പൺ മാർക്കറ്റ് അവൈലബിൾ ആണ് മിസൈൽ ടെക്നോളജി. അത് ടെക്നോളജി ആക്കി മാറ്റുക എന്നുള്ളത് എക്സ്പെർട്ടൈസ് ആയേ പറ്റുള്ളൂ. അതാണ് ബുദ്ധിമുട്ട്. ഈ സാധനം അവൈലബിൾ എങ്ങനെ ഉണ്ടാക്കണം, പക്ഷെ ഉണ്ടാക്കിയെടുക്കാനാണ് പാട്. അപ്പം മിസൈൽ ടെക്നോളജി അവൈലബിൾ അല്ലാത്ത സാധനമല്ല. പിന്നെ ഏത് ആംഗിൾ വിട്ടാൽ കൃത്യമായ ഓർബിറ്റിൽ എത്തും. ഇങ്ങനെയുള്ള ചില രഹസ്യങ്ങളാണ് അവർക്ക് നമുക്ക് ചോറ്റുപാത്രത്തിലാക്കി കൊടുക്കാൻ പറ്റും. അതൊന്നും ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് എഞ്ചിൻ ഉണ്ടാക്കണ്ടേ? അത് എഞ്ചിൻ ഉണ്ടാക്കിയിട്ടല്ലേ ഈ ആംഗിൾ തീരുമാനിക്കുന്നത്. ഇല്ലാത്ത സാധനത്തിന് ഇത് വലിയ മലയിൽ നിന്ന് ഇവിടുന്ന് റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുക. പിന്നെ അന്ന് അഗ്നി 1-2 മിസൈലുകൾ ഉണ്ടാക്കി, അത് അറ്റാക്കിന് വേണ്ടിയിട്ടാണ്. അന്ന് പൊതുവെ ഈ റോക്കറ്റ് ഇതിന്റെ സ്പേസ് ടെക്നോളജി ബാക്ക് ബർണറിൽ കിടക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ പറയുന്നതിന് അതിൽ ആളുകൾ അന്ന് ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഒരു സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയമാണ്. അപ്പം മിസൈൽ ടെക്നോളജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. റോക്കറ്റ് ടെക്നോളജി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അന്ന് ഇന്ത്യ ടുഡേയിൽ അന്ന് ആർട്ടിക്കിൾ വായിച്ച്, ഞാൻ സ്കൂളിൽ പഠിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട് ആർട്ടിക്കിൾ വായിച്ചത്. മിസൈൽ ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുമ്പോൾ റോക്കറ്റ് ടെക്നോളജി അതായത് സ്പേസ് ടെക്നോളജിക്ക് വേണ്ട പരിഗണന കിട്ടാതെ പോകുന്നുണ്ടോ. പിന്നെ റഷ്യൻ കൊളാപ്സ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പം അതാണ് അവർക്ക് ആകപ്പാടുണ്ടായത് ദുരനുഭവം. അത് ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട് രക്ഷപ്പെടുത്തി. അവർക്ക് ഏറ്റവും അടുപ്പമുള്ള കേരളം ആണ് ആ പണി ഏൽപ്പിച്ചു കൊടുത്തത്. പക്ഷേ രക്ഷപ്പെടുത്തി കൊടുത്തത് ഇന്ത്യ ഗവൺമെന്റാണ്. ഇന്ത്യ ഗവൺമെന്റ് എന്ന് വെച്ചാൽ നരസിംഹറാവാണ്. എനിക്ക് അയാൾ ഇഷ്ടമല്ലെങ്കിൽ പോലും നരസിംഹറാവാണ് രക്ഷപ്പെടുത്തി കൊടുത്തത്. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത കർണാകരനെ നിർണായക ഘട്ടത്തിൽ കൈയൊഴിഞ്ഞോണ്ട. കർണാകരൻ വേറെ പല പാവങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ISR കേസിൽ കർണാകരൻ നിരപരാധിയാണ്. കിട്ടിയ അവസരം നരസിംഹറാവു ഉപയോഗിച്ചു. അതാണ് എനിക്ക് അയാളെ ഉപയോഗിച്ചത്. പക്ഷെ അതേസമയം തന്നെ ഇയാൾ ഈ വിഷയത്തിൽ അയാൾ വലിയൊരു ദേശസ്നേഹിയുടെ റോൾ ചെയ്തു. അല്ലെങ്കിൽ ഉണ്ടല്ലോ മൊത്തം ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ മൊബൈൽ തകർന്നു പോവുകയായിരുന്നു. ഈ നമ്പിനാരായണൊക്കെ പിന്നെ ഇവർ നാസ വിളിച്ചിട്ട് പോകാതെ ഇവിടെ പണിയെടുത്താ അതിന് അയാൾ കൊടുക്കേണ്ട വില ഇത്. അയാൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഇതിന് പിന്നിൽ കളിച്ച മറ്റാരോ. അയാൾ എപ്പോഴും പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഫ്രാൻസ് അല്ല അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്. ആ പോലീസ് ഓഫീസറാണ് അങ്ങനെ ദയവേത് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോകാം. അയാളെ ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു. ഈ അംബികാരൻ വേറെ ചില പ്രശ്നമാണ്. അംബികാരൻ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഓഫീസറായിരുന്നു. അതുകൊണ്ടായി അദ്ദേഹത്തെ ഉള്ളിൽ അദ്ദേഹത്തെ ഈഗോയും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഭയങ്കര ബ്രില്യനായിരുന്നല്ലോ. അപ്പം അത് ഇങ്ങനെയുള്ള ഞങ്ങൾ വിളിച്ചിട്ട് വന്നിട്ടില്ലേ, ഇതാണ് നിങ്ങൾക്ക് അനുഭവിക്കും, സ്വന്തം രാജ്യത്ത് അനുഭവിക്കും. രാജ്യദ്രോഹി ആയിപ്പോയില്ലേ അയാൾ. എത്ര വർഷം നേരിലായിപ്പോയി? 20 വർഷം ഏതാണ്ട് അയാൾ നേരിലായിരുന്നു രാജ്യദ്രോഹി. അയാളെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് തീരെ അറിയില്ല, കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നുപോയി. പിന്നെ ഏതെങ്കിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള IIT പഠിച്ചു വന്ന പയ്യൻ ഇന്ത്യയിൽ നിൽക്കുമോ? ലോകത്തുള്ള ഏറ്റവും നല്ല ബ്രെയിൻ അവർക്ക് വേണം. അവർ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ ഇതാണ് നിന്റെ അവസാനം ഒരു പാഠമാണത്. 2 ഇന്ത്യ മിസൈൽ ടെക്നോളജി സ്പേസ് ടെക്നോളജി അങ്ങനെ കയറരുത് എന്നുള്ള അവരുടെ ആഗ്രഹം. ഇതിന് പുറത്ത് കളിച്ച വേറെ ടീമാണ്. ആ കളി ഈസി ആയത് കേരള ആയതുകൊണ്ടാണ്. സത്യം നമ്മൾ സ്വന്തം നാടാണ്, അഭിമാനമാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ പക്ഷേ പറയേണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും വൃത്തിയായിട്ട് കളി കളിക്കാൻ പറ്റി കേരള ആയതുകൊണ്ടാണ്. നാളെ അതുപോലെ തന്നെ കൊച്ചി കപ്പൽശാലയിൽ ഒരു ചാരനെ പിടിച്ചു.
പ്രധാനപ്പെട്ട പല കപ്പലും ഉണ്ടാക്കുന്ന അവിടെയാണ്. എന്ന് വെച്ചാൽ സ്വന്തം നമ്മളെ സബ്മറൈൻസ്, എയർക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പം അതാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഇവരെ കാര്യം. അപ്പൊ ഇവരുടെ അപ്പം മൊയ്സു പിന്നെ അയാൾ അമേരിക്കയിലൊക്കെ പഠിച്ചത്, പിന്നെ ചൈനയുടെ കുത്തിത്തിരിപ്പുണ്ട്. അപ്പം അവർ വിചാരിച്ച് ഇവരങ്ങ് നോക്കിയോളൂ. പക്ഷേ ഇന്ത്യ ചെറുതായിട്ടൊന്നും തിരിഞ്ഞാൽ അവരുടെ ഇക്കോണമി തകരും. അതാണ് മോഡി കാണിച്ചു കൊടുത്തത്. മോഡി കൂടുതലും ചെയ്തിട്ടില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലായി. മാത്രമല്ല ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് അവർ വലിയ സംഭവമൊന്നുമല്ല. അവർക്കൊരു കൾച്ചറൽ ബന്ധമൊന്നും ഇല്ലല്ലോ. ഇന്ത്യനെ പലപ്പോഴും കൾച്ചറൽ ബന്ധമാണ്. മാത്രമല്ല ഇവരില്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് അവിടെ ഡീൽ ചെയ്യാൻ പറ്റും, ചൈനയ്ക്ക് ഡീൽ ചെയ്യാം. ശ്രീലങ്ക ഉണ്ടല്ലോ, അപ്പൊ അവരാർക്കും വേണ്ട. അതാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഇത് ഇവിടെയുള്ള ചില മുസ്ലിങ്ങൾക്ക് കൂടി നല്ലൊരു പാടാണ്. ഈ ഗൾഫിലേക്ക് പോയി ഓരോരുത്തർ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഈ പിള്ളേരെ നല്ല സ്കൂളിലൊക്കെ വന്നിട്ടില്ലേ, ഇത് വറ്റിൻ്റെ ഈ എല്ലിൻ്റെ ഇടയ്ക്ക് കയറി അവൻ്റെ വാപ്പാക്കൊക്കെ ഇല്ലാത്ത കുത്തിത്തിരിപ്പും കൊണ്ട് കാരണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ പണ്ടേയുള്ള കുറേ മതമൗലികതകൾ അവർക്കുള്ളൊരു പാടാത്. നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവർ നിങ്ങളെ, എർഡോഗാൻ നിങ്ങളെ എംബ്രേസ് ചെയ്യും, താലിബാൻ നിങ്ങളെ എംബ്രേസ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ സൗദി സുൽത്താൻ നിങ്ങളെ എംബ്രേസ് ചെയ്യും, അമേരിക്ക നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ വിചാരിക്കും ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. കേരളം വിട്ടാൽ നിങ്ങൾ പട്ടിക്ക് തുല്യമാണ്, മനസ്സിലാക്കിക്കോളൂ.